ഹലോ. ഒരു ഫാമിലിയിൽ ഒരു സ്ത്രീയുടെ റോളിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ റോൾ എന്താണല്ലേ? നമ്മളൊരു അമ്മയാണ്, ഭാര്യയാണ്, അമ്മയാണ്, അങ്ങനെ ഒരുപാട് റോളുകളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആവുന്ന മൊമെന്റ് എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഫുഡ് വെക്കുമ്പോഴാണോ, മക്കളുടെ കാര്യം നോക്കുമ്പോഴാണോ, ഹസ്ബൻഡിന്റെ കാര്യം നോക്കുമ്പോഴാണോ? ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിക്കാനുള്ളൊരു സമയം തന്നതാണ് കേട്ടോ. നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലീനെ ഉയർത്താനാണെന്നുണ്ടെങ്കിലും താഴ്ത്താനാണെന്നുണ്ടെങ്കിലും ആ ഒരു വീട്ടിലെ അമ്മയെ കൊണ്ട്, ഒരു വീട്ടിലെ സ്ത്രീയെ കൊണ്ട് സാധിക്കും എന്നതാണ്. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കോ, നമ്മുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു തർക്കം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താണ്, ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും അല്ലേ? മക്കളുടെ കാര്യമായിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. പക്ഷെ നമ്മൾ അതിന് പകരമായിട്ട് ആ പ്രശ്നത്തിന് പകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ആ വീട്ടിൽ ഇല്ലാണ്ടിരിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഫുഡ് വെക്കാണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ എന്താ, ആ വീട്ടിലത്തെ കാര്യങ്ങൾ മൊത്തം തകിടം മറിയും അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ അമ്മമാർക്കൊക്കെ പനി വരോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിളിക്കേണ്ടത് അമ്മ എപ്പോഴാ വരാം, അമ്മ എവിടെയാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം അതാണ് ഒരു സ്ത്രീക്ക് ഒരു ഫാമിലിയിലുള്ള ഒരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രഗ്നൻസി മുതൽ ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടി വലുതാവുന്നത് വരെ നമ്മുടെ മെന്റലി, ഫിസിക്കലി, ഇമോഷണലി ഒരുപാട് സാക്രിഫൈസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സാക്രിഫൈസ് ഒന്നും ചിലപ്പോൾ ആരും കണ്ടുവെന്ന് വരില്ല അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിലുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഹസ്ബൻഡ് പോലും കണ്ടുവെന്ന് വരില്ല. പക്ഷെ എന്താണ്, അത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമല്ലേ? നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു ഗട്ട്സ് വേണം, തിരിച്ച് പറയാനുള്ളൊരു ഗട്ട്സ് വേണം. അതൊരു എന്താ പറയുക, അതൊരു പ്രശ്നമോ അല്ലെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞ് എന്താ ആലോചിക്കുക, അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഹാപ്പിയായി അവരും ഹാപ്പിയായി. ഇപ്പം നമ്മളൊരു ഫുഡ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കുറവ് അതിൽ വരാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് തിരിച്ചു പറയാം, എന്താണ്, സ്നേഹത്തോടു കൂടി പറയാം, ഞാൻ ഇത്ര സമയം നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തില്ലേ, അപ്പം അതിനെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി കൂടെ എന്താക്കി കഴിഞ്ഞാൽ തന്നെ അവര് അവിടെ അത് ശരിയാണല്ലോ എന്നുള്ളൊരു ആ ഒരു ചിന്തയെങ്കിലും അവർക്ക് വരും. അപ്പം അത് പറഞ്ഞു കൊടുക്കാനുള്ള അല്ലെങ്കിൽ അത് തിരിച്ച് പറയാനുള്ള ഒരു ഗട്ട്സും അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. ആ കോൺഫിഡൻസ് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു സെൽഫ് ലവ് ഉണ്ടാവണം, നമ്മളോട് തന്നെ ഒരു സെൽഫ് കെയർ ഉണ്ടാവണം. അപ്പം ഇതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതെങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നൊക്കെ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇതനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ റോള് ഒന്നുകൂടെ ബെറ്റർ ആക്കി അല്ലെങ്കിൽ ഒന്നുകൂടെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കരുതാണ്. ബൈ.